നല്ല ഉറക്കത്തിലായിരുന്ന ഞാൻ കുട്ടികൾ ബഹളം വയ്ക്കുന്ന ഒച്ച കേട്ടാണ് ഞെട്ടി എണീറ്റത്. നോക്കുമ്പോൾ ഒരു പരിചയവുമില്ലാത്ത കുറേ കുട്ടികളതാ ഞങ്ങളുടെ മുറിയുടെ വാതിൽക്കൽ തടിച്ചുകൂടി നിൽക്കുന്നു. ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളെ കണ്ട പോലെ അവർ ഞങ്ങളെ കൗതുകത്തോടെ നോക്കി പരസ്പരം അടക്കം പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ കുടുംബം അവരുടെ ഗ്രാമത്തിൽ കാലുകുത്തിയ വാർത്ത പുലർച്ചെ തന്നെ ആ ഗ്രാമം മുഴുവനും കാട്ടുതീ പോലെ പടർന്നുവത്രേ. അത് കേട്ടറിഞ്ഞാണ് മഹിലിയോയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന ഈ കുട്ടികൾ നേരം വെളുത്തപ്പോൾ തന്നെ ഞങ്ങളെ കാണാനെത്തിയത്. മഹിലിയോ അവർക്കൊപ്പം നിന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തി തരികയും ചെയ്തു. ഇന്നലെ രാത്രി സമർഖണ്ഡിലെ കുഗ്രാമത്തിലുള്ള മഹിലിയോയുടെ വീട്ടിൽ അത്താഴശേഷം വിവിധ കലാപരിപാടികളും കഴിഞ്ഞ് ഏറെ വൈകി ഉറങ്ങാൻ കിടന്നതായിരുന്നു ഞങ്ങൾ. മഹിലിയോയുടെ അമ്മ വരെ നൃത്തം ചെയ്ത രാത്രിയായിരുന്നു ഇന്നലെ. ഒരു ഔചിത്യബോധം മനസ്സിലുള്ളതുകൊണ്ട് അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ ക്യാമറയിൽ പകർത്തിയില്ല. അങ്ങനെ പ്രാതലിൻ്റെ സമയമായി. തനത് ഗ്രാമീണ ശൈലിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അതിഥി സൽക്കാര പ്രിയരായ മഹിലിയോയുടെ കുടുംബം ആ കുട്ടികളെയും പ്രാതൽ കഴിക്കാൻ ഞങ്ങളുടെ ഒപ്പം കൂട്ടി. ചീസും ഉണക്കമുന്തിരിയും ലപ്പേക്ഷ ബ്രെഡും ബിസ്ക്കറ്റുമൊക്കെ ചേർന്ന ഒരു അത്യുഗ്രം ബ്രേക്ക്ഫാസ്റ്റ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികൾ കൗതുകത്തോടെ ഞങ്ങളെ അടിമുടി നോക്കുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ അത്താഴം പോലെ അവിസ്മരണീയമായ ഒരു പ്രാതൽ. അതിൽ ഒരു കൊച്ചുമിടുക്കി പുസ്തകമൊക്കെ തുറന്നു പിടിച്ചാണ് ഇരിക്കുന്നത്. വ്യത്യസ്തമായ ഒരനുഭവം. അതായിരുന്നു ഇന്നലത്തെ അത്താഴവും ഇന്നത്തെ പ്രാതലും കൊണ്ട് മഹിലിയോയുടെ കുടുംബം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. വിഭവങ്ങളെക്കാൾ അനുഭവങ്ങൾ കൊണ്ട് മനസ്സ് നിറച്ച 2 നേരത്തെ ഭക്ഷണങ്ങൾ. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇതാണ് മഹിലിയോയുടെ വീട്. ഇന്നലെ രാത്രി വന്നപ്പോൾ ഇരുട്ടായിരുന്നു. ഇല കൊഴിച്ചു നിൽക്കുന്ന മരങ്ങൾ പശ്ചാത്തലമൊരുക്കുന്ന അത്ര പകിട്ടൊന്നുമില്ലാത്ത ഒരു കൊച്ചു വീട്. ഇന്നലെ സമർഖണ്ഡിലേക്കുള്ള യാത്രാമധ്യേ അഫ്രോസിയാബ് ട്രെയിനിൽ വെച്ച് ഞങ്ങളെ നിന്റെ വീട്ടിൽ ഒരു ദിവസം താമസിപ്പിക്കാമോ എന്ന എൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആദ്യം അവൾ പകച്ചതിൻ്റെ ഒരു കാരണം ഈ കൊച്ചു വീടായിരിക്കാം. പക്ഷെ അവൾക്കറിയില്ലല്ലോ, ഏതൊരു 5 നക്ഷത്ര ഹോട്ടലിൽ പോയി താമസിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയൊരു ഓർമ്മയാണ് ഈ ഒരു കൊച്ചു വീട്ടിലെ താമസവും ഭക്ഷണവും ഞങ്ങൾക്ക് സമ്മാനിച്ചതെന്ന്. വീടിൻ്റെ മുന്നിൽ കിണർ പോലെ ഒരു നിർമ്മിതി. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി അതൊരു കിണറല്ല, വാട്ടർ ടാങ്കാണ്. അതിൻ്റെ പിന്നിലായി കാണുന്ന ഈ ഷെഡാണ് അവരുടെ അടുക്കള. ദാരിദ്ര്യം നിഴലിച്ചു നിൽക്കുന്ന ചുറ്റുപാടുകൾ. ഈ ഗ്രാമത്തിൽ അടുത്തടുത്ത് വീടുകളില്ല. മഹിലിയയുടെ കുഞ്ഞനുജനായ മൈക്കിൾ ജാക്സൺ ഈ വീടിന് പേരിട്ടിരിക്കുന്നത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എന്നാണ്. ഞാൻ വീടിൻ്റെ മറുവശത്തേക്ക് നടന്നു. ഇതാണ് ഇവരുടെ ജിംനേഷ്യം കം സ്റ്റോർ റൂം കം റൊട്ടി മേക്കിംഗ് റൂം. ഈ ഒരു ചൂളയ്ക്കകത്ത് വെച്ചാണ് റൊട്ടി ഉണ്ടാക്കുന്നത്. അമ്മ ആ ടെക്നോളജി വിവരിച്ചു തന്നു. വീടിൻ്റെ പുറത്തായി മറ്റൊരു വലിയ ചൂളയുമുണ്ട്. അമ്മ വിവരിച്ചു തന്നപ്പോൾ വിട്ടുപോയ ഭാഗങ്ങളെപ്പറ്റി മഹിലിയോ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു. അതിനടുത്തായി വിചിത്രമായ മറ്റൊരടുപ്പും അതിൽ സ്ഥിരമായി വെച്ചിരിക്കുന്ന ഒരു ചീനച്ചട്ടിയും. അപ്പോഴേക്കും മഹിലിയോയുടെ സഹോദരിമാരൊക്കെ മുറ്റത്തെത്തിയിരുന്നു. എല്ലാവരും ഉറക്കച്ചടവിലാണ്. അടുത്തതായി അടുക്കള കാണൽ ചടങ്ങാണ്. തകര ഷീറ്റൊക്കെ ഇട്ട ഒരു കൊച്ചുമുറി, അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരടുപ്പും. മഹിലിയോയുടെ അമ്മ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. കൂടെ സഹായിയായി ഒരു കുഞ്ഞു പെങ്ങളും. അടുക്കള സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ നേരെ പോയത് തൊഴുത്തിലേക്കാണ്. ഇതാണ് ഇവരുടെ പശുത്തൊഴുത്ത്. ഉള്ളിൽ ഐശ്വര്യത്തിൻ്റെ സൈറൺ മുഴങ്ങുന്നത് പോലെ 3 പശുക്കൾ. നമ്മുടെ നാട്ടിലെ പശുത്തൊഴുത്തിൻ്റെ ശൈലിയിലല്ല ഇവർ തൊഴുത്ത് നിർമ്മിക്കുന്നത്. ഒറ്റ വാതിൽ മാത്രമുള്ള ഒരു അടച്ച മുറി പോലെയാണ് ഇവിടുത്തെ തൊഴുത്ത്. ചുമരിൽ മണ്ണും ചാണകവും കുഴച്ച് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ശൈത്യകാലത്തെ തണുപ്പിൻ്റെ കാഠിന്യമാവാം ഈ ഒരു ശൈലി പിന്തുടരാൻ കാരണം. തൊഴുത്തിന് പുറത്തായി മറ്റൊരു പശു നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഞാൻ അവളുടെ ശരീരം മൊത്തത്തിലൊന്ന് നോക്കി. നമ്മുടെ നാട്ടിലെ പശുക്കളേക്കാൾ ഇവൾക്ക് രോമം കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നി. തണുപ്പിനെ പ്രതിരോധിക്കാനാവാം പ്രകൃതി തന്നെ ഇങ്ങനെയൊരു കവചം നൽകിയത്. അതിൻ്റെ നിറത്തിനും ഒരു പ്രത്യേകതയുള്ളതുപോലെ എനിക്ക് തോന്നി. കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തീരുമാനിച്ചു. മഹിലിയോയുടെ അച്ഛൻ അപ്പോഴേക്കും വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരുന്നു. മഹിലിയോയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും വണ്ടിയുടെ അടുത്തേക്ക് വന്നു. ഓരോരുത്തരായി മാറി മാറി ആശ്ലേഷിച്ചു. വെറും ഒരു ദിവസത്തെ പരിചയം മാത്രമേ ഇവരുമായി ഉള്ളുവെങ്കിലും ആ യാത്ര പറച്ചിൽ അക്ഷരാർത്ഥത്തിൽ വേദനാജനകമായ നിമിഷങ്ങളായിരുന്നു. കുറച്ച് സമയം കൂടി എൻ്റെ കുട്ടികൾക്കൊപ്പം ചിലവഴിക്കട്ടെ എന്നോർത്തിട്ടാവാം മൈക്കിൾ ജാക്സൺ ഞങ്ങളെ അനുഗമിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ നേരെ പോയത് മഹിലിയോയുടെ വീടിനടുത്തുള്ള സ്കൂളിലേക്കാണ്. ഇതാണ് ആ സ്കൂളും അതിനോട് ചേർന്നുള്ള ഗ്രൗണ്ടും. കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഗ്രൗണ്ടിലൂടെ സ്കൂളിലേക്ക് നടന്നു.
അപ്പോഴേക്കും കുറേ കുട്ടികൾ വന്ന് ചുറ്റും കൂടി. അവർക്കൊപ്പം ചിത്രങ്ങളൊക്കെ പകർത്തി ഞങ്ങൾ പ്രധാന കെട്ടിടത്തിലേക്ക് നടന്നു. മഹിലയുടെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തുകൂടിയായ പ്രധാനാധ്യാപകൻ ഞങ്ങളെ സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചു. ഇതാണ് മഹിലിയോയും അവളുടെ സഹോദരങ്ങളും പിന്നെ നമ്മൾ രാവിലെ കണ്ട കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂൾ. അത്യാവശ്യം നല്ല നിലവാരമുള്ള കെട്ടിടം. ഇദ്ദേഹം ഒരു കായികാധ്യാപകനാണ്. സ്കൂൾ ബാൻഡിലൊക്കെ ഉപയോഗിക്കുന്നതാവാം ഗഞ്ചറ പോലെയുള്ള ഈ വാദ്യോപകരണം. അദ്ദേഹം അത് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുമുണ്ട്. ഞങ്ങൾക്ക് ചുറ്റും ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഒരു ഇന്ത്യൻ കുടുംബം അവരുടെ ഗ്രാമത്തിലെത്തിയ ആവേശമാണ് എല്ലാവരുടെയും മുഖത്ത്. ക്ലാസ്സൊക്കെ നിർത്തിവെച്ച് അധ്യാപകരും ഞങ്ങളുടെ ചുറ്റും കൂടിയിരിക്കുന്നു. എല്ലാവരും അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ഞങ്ങളെ അടിമുടി നോക്കുന്നു. കുറച്ച് സമയം സ്കൂളും പരിസരവും ചുറ്റിക്കണ്ട ശേഷം അവർ ഞങ്ങളെ ഒരു ക്ലാസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തോ ഒരു ചടങ്ങ് നടത്താനുള്ള ഉദ്ദേശമാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഒപ്പം ഒരു ഉൾഭയവും എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു. ഈശ്വര, ചടങ്ങ് നടക്കുമ്പോൾ ഇവരെങ്ങാനും എന്നോട് പ്രസംഗിക്കാൻ പറയുമോ? എൻ്റെ ഉള്ളൊന്ന് കാളി.